ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധി ചർച്ച ഇന്ന് ബെയ്ജിംഗിൽ നടക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തും. പരസ്പര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ചൈന വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ഈ ചർച്ചയിലെ പ്രതീക്ഷകൾ? റിജിത്ത്, ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം, പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്കിൽ കഴിഞ്ഞ 4.5 വർഷത്തോളമായി നിലനിന്ന ഈ സംഘർഷ സാഹചര്യം, ഇതെല്ലാം സ്ഥിരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ ചർച്ചകളാകും ഈ പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ ഉണ്ടാവുക. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അതേസമയം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയാണ് ചൈനീസ് പ്രതിനിധികളെ നയിക്കുന്നത്. ഈ ബെയ്ജിംഗിൽ നടക്കുന്ന ഈ ചർച്ചയിൽ പ്രധാനമായും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങളായിരിക്കും ചർച്ചയാകുക. കിഴക്കൻ ലഡാക്കിലെ സംഘർഷം, സൈനിക പിന്മാറ്റം സംബന്ധിച്ച് നേരത്തെ ഉന്നത തലത്തിൽ നടത്തിയ ചർച്ചകളുടെ തുടർ ചർച്ചകളാണ് ഇന്നത്തെ പ്രത്യേക പ്രതിനിധി ചർച്ചയിലും ഉണ്ടാവുക എന്നാണ് രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ 10-ാം തീയതി രണ്ട് രാജ്യങ്ങളുടെയും WCMM യോഗം, വർക്കിംഗ് മെക്കാനിസം ഫോർ കോർപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗം നടന്നിരുന്നു. ഈ യോഗത്തിന്റെ തുടർ ചർച്ചകൾ, അതായത് സ്ഥിരമായ അതിർത്തി സംഘർഷത്തിനുള്ള ഒരു പരിഹാരം, അതായിരിക്കും ഈ ചർച്ചകളിലെ ലക്ഷ്യം എന്നാണ്. ചൈനയും ഇക്കാര്യം തന്നെ, സുസ്ഥിരമായ ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.